പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അമ്മമ്മ എന്ന പാഠഭാഗത്തിന്റെ പകുതി ഭാഗം പഠിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ ബാക്കി ഭാഗം എന്ത് ചെയ്യാണ് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അമ്മമ്മ എന്ത് ചെയ്യാണ് തൻ്റെ 3 പേരക്കുട്ടികളെയും ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യുന്നു, ഹോസ്റ്റൽ സൗകര്യമുള്ള സ്കൂളുകളിലേക്ക് മാറ്റി എന്ത് ചെയ്യാണ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അമ്മമ്മ അത്രയും ദുഃഖത്തോട് കൂടിയിട്ടാണ് തൻ്റെ പേരക്കുട്ടികളെ തന്നിൽ നിന്ന് അകറ്റിയിട്ട് അത്തരത്തിലുള്ള ബോർഡിംഗ് സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നത്, ചേർക്കുന്നത്. അപ്പം അമ്മൂമ്മയുടെ ആ ഒരു എന്താണ് ആ കടുത്ത ദുഃഖവും അല്ലെങ്കിൽ അവിടുന്ന് ആ കഷ്ടപ്പാടുകളും ഒക്കെ നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ടതാണ്. ഇനി എന്തുകൊണ്ടാണ് അമ്മമ്മ തൻ്റെ പേരക്കുട്ടികളെ ഇപ്രകാരം എന്താണ് ഓരോരുത്തരായിട്ട് ഹോസ്റ്റൽ സൗകര്യമുള്ള സ്കൂളുകളിലേക്ക് മാറ്റുന്നത് എന്നുള്ള കാരണമാണ് നമ്മൾ അടുത്ത ഭാഗത്തിൽ പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. അപ്പം തരിക, എല്ലാവരും പുസ്തകം എടുത്തുകൊള്ളുക. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അമ്മമ്മ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പകുതി ഭാഗം വരെയാണ് എത്തിയുന്നത്. പിന്നെ നമ്മൾ ബാക്കി ഭാഗം എന്ത് ചെയ്യാണ് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. വിധവയാണ് ആ അമ്മമ്മ. 3 പേരക്കുട്ടികളെയും പോറ്റി വളർത്താൻ അമ്മമ്മ തന്നെ അധ്വാനിക്കണം. മൂന്നാമത്തെ പേരക്കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് കുട്ടികളുടെ അമ്മ മരണപ്പെടുന്നത്. ആ മരണം അസാധാരണ മരണമോ ദുർമരണമോ ആയിരുന്നില്ലെന്ന് അമ്മമ്മ പറഞ്ഞപ്പോഴാണ് അമ്മമ്മയുടെ കണ്ണുനീര് തിളങ്ങുന്ന ഒരു സൂചിയായി മാറിയതും എൻ്റെ കണ്ണിൽ കൊണ്ടതും എനിക്ക് ആ കണ്ണീർ പൊടിഞ്ഞതും. അമ്മമ്മയാണെങ്കിലോ വിധവയാണ് അല്ലെ. അമ്മമ്മയ്ക്കും ഭർത്താവൊക്കെ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളാണ് നമ്മുടെ അമ്മമ്മ. അപ്പോൾ ഈ 3 പേരക്കുട്ടികളെയും പോറ്റി വളർത്തണമെങ്കിൽ ആര് തന്നെ അധ്വാനിക്കണം? അമ്മമ്മ തന്നെ എന്ത് ചെയ്യണം, അധ്വാനിക്കേണ്ടി വരണം. കാര്യം വീട്ടിൽ മറ്റാരും തന്നെ ഇല്ല കുട്ടികളെ നോക്കുന്നതിനായിട്ടോ അവരുടെ എന്താണ് പഠന കാര്യങ്ങളൊക്കെ നോക്കുന്നതിനായിട്ടോ അവർക്ക് ആഹാരം നൽകുന്നതിനോ വസ്ത്രങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നതിനോ മറ്റാരും തന്നെ ഇല്ല. ആ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആര് തന്നെയാണ്? അമ്മമ്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഠിനമായിട്ട് അധ്വാനിക്കുകയും ചെയ്യുന്നുണ്ട് ആര്? നമ്മുടെ അമ്മമ്മ. മൂന്നാമത്തെ പേരക്കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് കുട്ടികളുടെ അമ്മ എന്ത് ചെയ്തത്, മരണപ്പെടുന്നത്. ആ ഇളയ കുട്ടിക്ക് അല്ലെ, ഇപ്പൊ മൂന്നാമത്തെ കുട്ടിയെ ബോർഡിങ്ങിൽ ചേർക്കാനാണ് അമ്മമ്മ വന്നത്. അപ്പൊ ആ കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് കുട്ടികളുടെ അമ്മ എന്ത് ചെയ്യുന്നത്, മരണപ്പെടുന്നത്. അപ്പൊ ആ മരണത്തിനെ കുറിച്ച് എന്ത് ചെയ്യാണ് അമ്മമ്മ വെളിപ്പെടുത്തുകയാണ്. ആ മരണം സാധാരണ മരണമോ ദുർമരണമോ ആയിരുന്നില്ലെന്ന് അമ്മമ്മ പറഞ്ഞപ്പോഴാണ് അമ്മമ്മയുടെ കണ്ണുനീര് തിളങ്ങുന്ന ഒരു സൂചിയായി മാറിയതും എൻ്റെ കണ്ണിൽ കൊണ്ടതും എനിക്ക് ആ കണ്ണീർ പൊടിഞ്ഞത്. അപ്പൊ അമ്മ പറയാണ് അല്ലേ, തൻ്റെ മകളുടെ മരണം എങ്ങനെയല്ല, അതൊരിക്കലും ഒരു സാധാരണ മരണമല്ല, എന്തെങ്കിലും രോഗം ബാധിച്ചിട്ട് പെട്ടെന്ന് മരിച്ചു പോയതല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽ പെട്ടിട്ട് ദുർമരണം അല്ലെ, അങ്ങനെ എന്താണ് അങ്ങനെ ദുർമരണമായിരുന്നില്ല, അല്ലെങ്കിൽ അവൾ എന്താ ഇതല്ല ഒരുപക്ഷെ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്തതല്ല, അങ്ങനെ ദുർമരണമൊന്നും അല്ല ദുർമരണമൊന്നും അല്ല തൻ്റെ മകൾക്കുണ്ടായത് എന്ന് പറഞ്ഞ സമയത്ത് അമ്മമ്മ എന്ത് ചെയ്യാണ്, ആ സങ്കടം കൊണ്ട് കരയുകയാണ് അല്ലെ. അപ്പൊ ആ കണ്ണുനീരിലേക്ക് നമ്മുടെ കഥാകൃത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പൊ ആ കണ്ണുനീര് കണ്ട സമയത്ത് കഥാകൃത്തിന് തോന്നുകയാണ് ആ കണ്ണുനീർ തുള്ളികൾ സൂചികളായിട്ട് മാറുകയും അത് തൻ്റെ കണ്ണിലേക്ക് എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ തൻ്റെ മനസ്സിലേക്ക് അല്ലെ, തന്നിലേക്ക് ആ സൂചി എന്ത് ചെയ്യുന്നു, ആഴ്ന്നിറങ്ങുന്നതായിട്ടും അങ്ങനെ കഥാകൃത്തിന്റെ കണ്ണിൽ കൂടി എന്ത് പൊടിയാൻ തുടങ്ങി, കണ്ണുനീര് പൊടിയാൻ തുടങ്ങി. അതായത് ആ അമ്മമ്മയുടെ ആ ഒരു തൻ്റെ മകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടായ ആ സങ്കടം കേട്ടിട്ട്, അല്ലെങ്കിൽ മകളുടെ ആ ഒരു കഥ കേട്ടിട്ട് കഥാകൃത്തിന് ഉണ്ടായിട്ടുള്ള ആ ഒരു മനോദുഃഖമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലെ. കഥാകൃത്ത് പോലും എന്ത് ചെയ്തു പോയി, ആ അമ്മമ്മയുടെ ദുഃഖത്തിന് മുന്നിൽ കരഞ്ഞു പോവുകയാണ്. ആ മകൾ ഒരേ ഒരു മകളായിരുന്നു. അല്ലെ, ആ അമ്മമ്മയ്ക്കാണെങ്കിലോ ആ ഒരു മകളാണ് ഉണ്ടായിരുന്നത്, ആണും പെണ്ണുമായിട്ട് ആവുന്നല്ലേ. ആ മകൾ ഒരേ ഒരു മകളായിരുന്നു, ആണും പെണ്ണുമായി. അപ്പൊ അത്ര പാടുപെട്ടിട്ടാണ് അമ്മമ്മ എന്ത് ചെയ്തത്, തന്റെ മകളെ വളർത്തിക്കൊണ്ട് വന്നത്. കാര്യം ഒരു മകളെ ഉള്ളൂ, അപ്പൊ അത്രത്തോളം ഓമനിച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് മകളെ വളർത്തിക്കൊണ്ട് വന്നത് അല്ലെ. അവളുടെ ഭർത്താവ് തികഞ്ഞ മദ്യപാനിയായിരുന്നു. കലഹിച്ച ജീവിതത്തിൽ നിന്ന് തന്നെയാണ് 3 കുട്ടികളും പിറന്നത്. അങ്ങനെ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരിക്കാം. അമ്മ എന്ത് ചെയ്തു, മകളുടെയൊക്കെ വിവാഹമൊക്കെ നടത്തി കൊടുത്തു. പക്ഷെ അവൾക്ക് കിട്ടിയ ഭർത്താവാണെങ്കിലോ യാതൊരു സ്വസ്ഥതയും നൽകാത്ത തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. എപ്പോഴും എന്താണ് മദ്യപിച്ച് നടക്കുന്ന ഒരു എന്താണ് ഒരു വല്ലാത്തൊരു സ്വഭാവക്കാരനായിരുന്നു ആര്, ആ മകളുടെ ഭർത്താവായിട്ട് വന്ന ആളല്ലേ. അങ്ങനെ കലഹിച്ച, യാതൊരു സ്വസ്ഥതയും ഉണ്ടായിരിക്കുകയില്ല. എന്താണ് മദ്യപാനികളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ തന്നെ എന്താണ് എപ്പോഴും ഇങ്ങനെ ബഹളമായിരിക്കും അല്ലെ. എപ്പോഴും അവർക്ക് ഇങ്ങനെ ആ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് കുട്ടിയെന്നോ കുട്ടികളെന്നോ ഭാര്യയെന്നോ അമ്മയെന്നോ അച്ഛനെന്നോ ഇല്ലാതെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇങ്ങനെ കലഹിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെയായിരുന്നു അമ്മമ്മയുടെ മകളുടെ ജീവിതത്തിലും അല്ലെ. യാതൊരു സ്വസ്ഥതയും ആ പെൺകുട്ടിക്ക് കിട്ടിയിരുന്നതേയില്ല. ഈ കലഹത്തിനൊക്കെ ഇടയ്ക്ക് തന്നെയാണ് ഈ 3 ആൺകുട്ടികളെയും എന്ത് ചെയ്തത്, അമ്മമ്മയുടെ മകള് പ്രസവിച്ചത്.
ലാളിച്ചു വളർത്തിയ തൻ്റെ മകളെ അമ്മമ്മ ഒരിക്കലും ജോലി ചെയ്യാൻ വിട്ടില്ല. പകരം അമ്മമ്മ പണിയെടുക്കാൻ പോയി. അങ്ങനെ എന്ത് ചെയ്തു? ഒരേ ഒരു മകളായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അവളെ കഷ്ടപ്പാടുകളൊന്നും അറിയിക്കാതെ നിർത്തണം എന്നുള്ളൊരു ലക്ഷ്യം ആർക്കുണ്ടായിരുന്നിരിക്കണം? അമ്മമ്മയ്ക്ക് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ പ്രശ്ന ജീവിതത്തിനിടയിലും മകളെ ഒരിക്കൽ പോലും ജോലിക്ക് വിടാനായിട്ട് അമ്മമ്മ എന്ത് ചെയ്തില്ല? തയ്യാറായില്ല. പകരം അമ്മമ്മ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? ജോലിക്ക് പോയിട്ട് ആ പൈസ കൊണ്ടുവന്ന് ആരെ കൊടുക്കാൻ തുടങ്ങി? മകളെ കയ്യിൽ കൊടുക്കാനായിട്ട് തുടങ്ങി. അമ്മമ്മ പണി ചെയ്തു, കൊണ്ടുവരുന്ന പണം കൊണ്ടെങ്കിലും അവന്റെ മുഖം തെളിയട്ടെ എന്നും കലഹമില്ലാതാവട്ടെ എന്നും അമ്മമ്മ ആഗ്രഹിച്ചു കാണണം. അങ്ങനെയെങ്കിലും എന്ത് ചെയ്യട്ടെ? തൻ്റെ മകളുടെ ജീവിതം, അല്ലെ, താനെങ്കിലും സമ്പാദിച്ചു കൊണ്ടുവരുന്ന പൈസയും അവന്റെ കയ്യിൽ അല്ലെങ്കിൽ അവളുടെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് അത് കണ്ടെങ്കിലും തൻ്റെ മരുമകൻ എന്ത് ചെയ്യട്ടെ? അവന്റെ മുഖമൊന്നും തെളിയട്ടെ, അങ്ങനെയെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തില്ലാതാവട്ടെ? കലഹമൊന്നും ഇല്ലാതെ നല്ല സന്തോഷത്തോടു കൂടി അവർ ജീവിക്കട്ടെ എന്ന് അമ്മമ്മ ഒരുപക്ഷെ ആഗ്രഹിച്ചു കാണണം. പക്ഷെ അവൻ ഒരു മാറ്റവും വന്നില്ല. അമ്മ വിളക്ക് ഊതിക്കെടുത്തി പറക്കമുറ്റാത്ത 3 മക്കളെ ഇരുട്ടിലേക്ക് തള്ളി അവരുടെ കരച്ചിലുകൾക്ക് കാതുകൊടുക്കാതെ അവർ എങ്ങോട്ടോ ഓടിപ്പോയി. പക്ഷേ ഇങ്ങനെയൊക്കെ എന്താണ്? അമ്മമ്മ കൂടി ജോലിക്ക് പോയി ആ പൈസ കൂടി മരുമകന്റെ കയ്യിലേക്ക് എത്തിച്ചിട്ടും അയാളുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. ജീവിതത്തിൽ യാതൊരു സ്വസ്ഥതയും അയാൾ കൊടുത്തതേ ഇല്ല. അങ്ങനെ ഈ കലഹ ജീവിതത്തിൽ അവസാനം ആ അമ്മമ്മയുടെ മകൾ എന്ത് ചെയ്യാണ്? എന്താണ്, വിളക്ക് ഊതിക്കെടുത്തിയിട്ട്, അല്ലെ, തൻ്റെ മക്കളുടെ മുന്നിലുള്ള ആ വിളക്ക് ഊതിക്കെടുത്തിയിട്ട്, അതായത് എന്താണ്, മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ മകൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഒരുപക്ഷെ മരണത്തിലേക്ക് കീഴ്പ്പെട്ടിട്ടുണ്ടാകണം, അല്ലെ. എന്താണ്, അമ്മ വിളക്ക് ഊതിക്കെടുത്തി പറക്കമുറ്റാത്ത മക്കളെ ഇരുട്ടിലേക്ക് തള്ളി അവരുടെ കരച്ചിലുകൾക്ക് കാതു കൊടുക്കാതെ അവർ എങ്ങോട്ടോ ഓടിപ്പോയി എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു പക്ഷേ അത്രയും എന്താണ്, ശല്യം സഹിക്ക വയ്യാതെ തൻ്റെ 3 മക്കളെയും എന്താണ് അത്രയും എന്താണ് ജീവിതം അത്ര ദുരിതപൂർണമായിരുന്നത് കൊണ്ടായിരിക്കണം അപ്രകാരം ഒരു കടുങ്കൈ ആര് ചെയ്തത്? അമ്മമ്മയുടെ മകള് ചെയ്തത്. അപ്പൊ ആ കുട്ടികളെ മുഴുവൻ അമ്മമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് മകൾ എന്ത് ചെയ്തു? ജീവിതം അവസാനിപ്പിച്ച് പോയിട്ടുണ്ടാകണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 വർഷമായി. അമ്മ കരയാത്ത ഒരൊറ്റ ദിവസം പോലും പിന്നെ അമ്മമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പേരക്കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുന്ന കഞ്ഞിയിൽ കണ്ണീരുപ്പ് എത്ര വീണലിഞ്ഞിട്ടുണ്ടെന്നും അമ്മമ്മയ്ക്ക് അറിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലോ 8 വർഷത്തോളം ആയിരിക്കുകയാണ്, അല്ലെ. പിന്നീട് അങ്ങോട്ട് കരയാത്ത ഒരൊറ്റ ദിവസം പോലും അമ്മമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പേരക്കുട്ടികൾക്ക് വിളമ്പി കൊടുത്ത കഞ്ഞിയിൽ കണ്ണീരുപ്പ് എത്ര വീണലിഞ്ഞിട്ടുണ്ടെന്നും അമ്മമ്മയ്ക്ക് അറിയില്ല, അല്ലെ. തൻ്റെ പേരക്കുട്ടികൾക്ക് വിളമ്പി കൊടുത്തിട്ടുള്ള കഞ്ഞിയിൽ, അല്ലെ, കണ്ണീരുപ്പ്, കാര്യം കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്ന അവസരത്തിൽ, അല്ലെ, അവർക്ക് ആഹാരം കണ്ടെത്താൻ പോലും അത്രയും എന്ത് ചെയ്യണം? കഷ്ടപ്പെടേണ്ടതുണ്ട്, അല്ലെ. ഓരോ എന്താണ്, കുട്ടികളെ കാണുന്ന അവസരത്തിൽ അമ്മമ്മ ഒരുപക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവണം? തൻ്റെ മകളെ ഓർക്കുന്നുണ്ടാവണം. അങ്ങനെ അമ്മമ്മ തന്നെ പറയാണ്, ആ സങ്കടത്തിന്റെ ഒരു ആഴം അല്ലെങ്കിൽ ആ ദുഃഖത്തിന്റെ ഒരു തീവ്രത ഇവിടെ വ്യക്തമാക്കുന്ന വരികളാണിത്. വിളമ്പി കൊടുക്കുന്ന കഞ്ഞിയിൽ പോലും കണ്ണീരുപ്പ്, അല്ലെ, കണ്ണീരുപ്പ്. അമ്മ കരഞ്ഞുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവുക? കുട്ടികൾക്ക് കഞ്ഞി വിളമ്പി കൊടുത്തിട്ടുണ്ടാവുക. ഹോസ്റ്റലിലുള്ള കുട്ടിയെ ഇടയ്ക്ക് വന്ന് കാണും അമ്മമ്മ. അവന്റെ ആവശ്യങ്ങളും ആവലാതികളും കേൾക്കുമ്പോൾ തുണിസഞ്ചിയിൽ നിന്ന് പിഞ്ഞിക്കേറിയ പേഴ്സ് പുറത്തെടുത്ത് അമ്മമ്മ നിന്ന് പരുങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില്ലറ തുട്ടുകളിൽ കണ്ണീര് നനച്ച് അമ്മമ്മ അവന് കൊടുക്കും. വാശി പിടിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് അവൻ അത് മേടിക്കും. എത്രയോ തവണ ഞാനത് കണ്ടിട്ടുണ്ട്. ഇനി ഹോസ്റ്റലിലുള്ള കുട്ടിയെ, മൂത്ത കുട്ടിയാണല്ലോ ആദ്യമാക്കിയത്, അപ്പൊ അവനെ ഇടയ്ക്കിടയ്ക്ക് അമ്മമ്മ എന്ത് ചെയ്യുമായിരുന്നു? വന്ന് കാണുമായിരുന്നു. അപ്പൊ വന്ന് കാണുന്ന അവസരത്തിൽ അവനാണെങ്കിലോ അവനിങ്ങനെ ഓരോ ആവശ്യങ്ങളും ആവലാതികളും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? അമ്മമ്മയോട് പറയാറുണ്ട്, അല്ലെ. എനിക്ക് അതില്ല, ഇതില്ല, അല്ലെ, മറ്റു കുട്ടികൾക്ക് ഇതുണ്ട് തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ അമ്മമ്മയോട് ഉന്നയിക്കുന്ന അവസരത്തിൽ അമ്മമ്മ എന്ത് ചെയ്യും? കൊണ്ടുവന്നിട്ടുള്ള പഴകിയ തുണി സഞ്ചിയിൽ നിന്ന് പിഞ്ഞി കീറിയിട്ടുള്ള പേഴ്സ് പുറത്തെടുത്ത് അമ്മമ്മ നിന്ന് പരുങ്ങുന്നത് കാണും. കാര്യം അത്രയ്ക്ക് അങ്ങനെ വലിയ ശേഖരം ഒന്നും ഉണ്ടായിരിക്കുകയില്ല. 2-3 കുറച്ച് ചില്ലറ തുട്ടുകൾ മാത്രമേ എന്താണ്, പഴകി കീറിയ പിഞ്ഞി പോയിട്ടുള്ള ആ പേഴ്സിനകത്ത് ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നിരുന്നാലും തൻ്റെ പേരക്കുട്ടിയുടെ ആവശ്യങ്ങൾ ഒന്നെങ്കിലും സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് അമ്മമ്മ എന്ത് ചെയ്യും? നിന്ന് പരുങ്ങുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ആ പിഞ്ഞി കീറിയ പേഴ്സ് പുറത്തെടുത്ത് അമ്മമ്മ നിന്ന് പരുങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില്ലറ തുട്ടുകളിൽ കണ്ണീരും നനച്ച് അമ്മമ്മ അവന് കൊടുക്കും. വാശി പിടിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് അവനത് മേടിക്കും. എത്രയോ തവണ ഞാൻ അത് കണ്ടിട്ടുണ്ട്. അപ്പൊ അവനാണെങ്കിലോ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ അമ്മമ്മയുടെ കയ്യിൽ അതൊക്കെ സാധിച്ചു കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരിക്കുകയില്ല. എന്നിരുന്നാലും അവർ ആ ചില്ലറ തുട്ടുകളൊക്കെ പരത്തിയിട്ട് അവൻ എന്ത് ചെയ്യാറുണ്ട്? കുറച്ച് പൈസ അതിൽ നിന്ന് കൊടുക്കാറുണ്ട്, അല്ലെ. ഒരുപാട് വാശി പിടിച്ചിട്ട് കാര്യമില്ലെന്ന് ആർക്കറിയാം? കുട്ടിക്ക് തന്നെ അറിയാം. കാര്യം അമ്മമ്മയുടെ കയ്യിൽ ഇല്ല എന്നുള്ള സത്യം അവന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എത്രയോ തവണ കഥാകൃത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ അടുത്ത് നിന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തവനെയും ഹോസ്റ്റലിൽ ചേർത്തു.
ഇപ്പോൾ മൂന്നാമത്തവനെയും കണ്ണീര് നനച്ച് നൽകേണ്ട ചില്ലറ തുട്ടുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ആ പേഴ്സ് ആവട്ടെ കൂടുതൽ പിന്നിക്കീറുകയും ചെയ്തിരിക്കുന്നു. ഇപ്പൊ 2 വർഷം കൂടി കഴിഞ്ഞപ്പോഴാണെങ്കിലോ രണ്ടാമത്തെ ആളെ കൂടി എന്ത് ചെയ്തു? ഹോസ്റ്റലിൽ ചേർത്തു അല്ലെ. ഇപ്പോഴാണെങ്കിലോ ദാ മൂന്നാമത്തെ ആളെയും എന്ത് ചെയ്യാണ്? ഹോസ്റ്റലിൽ ചേർക്കാനായിട്ട് കൊണ്ടുവരികയാണ് അല്ലെ. അപ്പൊ ഇനി കണ്ണീര് നനച്ച് നൽകേണ്ട ചില്ലറ തുട്ടുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അപ്പൊ ഇവർക്കും ഇനി എന്ത് ചെയ്യും? ആവശ്യങ്ങൾ ഉണ്ടായി വരും. അപ്പൊ ഇവരുടെ ആവശ്യങ്ങൾക്ക് ഇനി എന്ത് ചെയ്യേണ്ടതുണ്ട്? അമ്മമ്മ ചില്ലറ തുട്ടുകൾ പറക്കി നൽകേണ്ടി വരും അല്ലെ. മാത്രമല്ല ഇനി അമ്മമ്മയുടെ ആ ഒരു അവസ്ഥ കൂടി സൂചിപ്പിക്കുകയാണ് അല്ലെ. ആ പേഴ്സ് ആവട്ടെ കൂടുതൽ പിന്നിക്കീറുകയും ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ആ പേഴ്സ് എന്ന് പറയുന്നത് അമ്മമ്മ തന്നെ ആയിരിക്കാം അല്ലെ. അമ്മമ്മയുടെ ആ ഒരു ആരോഗ്യസ്ഥിതി ഒരുപക്ഷെ എന്തായിരിക്കാം? വളരെയധികം മോശപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അതുകൂടി കഥാകൃത്ത് ഇവിടെ ആ പേഴ്സിനെ വെച്ചുകൊണ്ട് പറഞ്ഞു പോയിരിക്കുകയാണ്. 3 കുട്ടികളെയും ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടതോടെ അമ്മമ്മ വല്ലാതായിട്ടുണ്ട്. മക്കളുടെ ചൂടില്ലാത്ത വീട്ടിൽ അമ്മമ്മ തണുത്ത് വിറയ്ക്കുന്നുണ്ടാവണം. ശരിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ലെന്നറിയാം. ഏകാന്തത അസഹനീയമായിരിക്കും. അമ്മയില്ലാത്ത കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് വളർത്തേണ്ടതെന്ന് അമ്മമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ല. അവരുടെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ കഴിയാത്തതുകൊണ്ടും അവരുടെ പഠനത്തെ ചൊല്ലി വലിയ പ്രതീക്ഷകൾ ഉള്ളതുകൊണ്ടും മാത്രമാണ് അവരെ ഹോസ്റ്റലിൽ വിട്ടത്. ഇപ്പോൾ ഇടയ്ക്കിടെ 3 പേരെയും അമ്മമ്മ കാണാൻ വരും. അങ്ങനെയാണെങ്കിലോ ആ 3 കുട്ടികളെയും ഹോസ്റ്റലിൽ വിട്ടതോടെ അമ്മമ്മ വല്ലാതായിട്ടുണ്ട് അല്ലെ. അപ്പൊ താൻ ജീവന് തുല്യം സ്നേഹിച്ച പേരക്കുട്ടികളാണ് അല്ലെ. അപ്പൊ അവരെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയപ്പോൾ ഇപ്പൊ അമ്മമ്മ എങ്ങനെയാണ്? ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ആ ഒരു ഒറ്റപ്പെടൽ അമ്മമ്മയുടെ ജീവിതത്തെ അല്ലെങ്കിൽ എന്താണ് കുറച്ചുകൂടി കഷ്ടത്തിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ മനോദുഃഖങ്ങൾക്കിടയിലും ആ മക്കളെ കൂടി എന്ത് ചെയ്തപ്പോൾ തന്നിൽ നിന്ന് മാറ്റി നട്ടപ്പോൾ എന്താണ് മാറ്റി ഹോസ്റ്റലിലാക്കിയ സമയത്ത് അമ്മമ്മയുടെ ജീവിതം കുറച്ചുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ദുഷ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അത് അവരുടെ ശരീരത്തിലും നടത്തത്തിലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മക്കളുടെ ചൂടില്ലാത്ത വീട്ടിൽ അമ്മമ്മ തണുത്ത് വിറയ്ക്കുന്നുണ്ടാവണം. ആ കുട്ടികളില്ലാത്ത വീട്ടിൽ അല്ലേ ആ ഒരു ഒറ്റപ്പെടലിൽ അമ്മമ്മയ്ക്ക് വല്ലാത്തൊരു വിഷമം എന്ത് ചെയ്യുന്നുണ്ടാവണം? അവിടെ അനുഭവിക്കുന്നുണ്ടാവണം. ശരിക്കും ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ലെന്ന് അറിയാം. ഏകാന്തത അസഹനീയമായിരിക്കും. അമ്മയില്ലാത്ത കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് വളർത്തേണ്ടതെന്ന് അമ്മമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ല. അപ്പൊ എങ്ങനെയാണ് ശരിക്കൊന്ന് ഉറങ്ങാൻ പോലും ഒരുപക്ഷെ ആർക്ക് സാധിക്കുന്നുണ്ടാവില്ല? അമ്മമ്മയ്ക്ക് സാധിക്കുന്നുണ്ടാവില്ല. അപ്പൊ അമ്മയില്ലാത്ത കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത്? നെഞ്ചോട് ചേർത്ത് പിടിച്ചല്ലേ. അമ്മയില്ലാത്ത ആ ദുഃഖം അവരെന്താണ് അറിയിക്കാതെ അത്രയ്ക്ക് എന്താണ് സ്നേഹത്തോട് കൂടിയിട്ടാവണം എന്ത് ചെയ്യേണ്ടത്? വളർത്തേണ്ടത് എന്നുള്ള കാര്യം ആർക്കറിയാം? അമ്മമ്മയ്ക്ക് അറിയാം. അങ്ങനെ അത് അറിയാഞ്ഞിട്ടല്ല അമ്മമ്മ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ കുട്ടികളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഹോസ്റ്റലുകളിൽ ചേർത്തിരിക്കുന്നത്. അവരുടെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ കഴിയാത്തത് കൊണ്ടും അവരുടെ പഠനത്തെ ചൊല്ലി വലിയ പ്രതീക്ഷകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവരെ ഹോസ്റ്റലിൽ വിട്ടത്. പിന്നെ എന്തുകൊണ്ടാണ് കുട്ടികളെ ഹോസ്റ്റലിൽ വിട്ട കാര്യം പറയുകയാണ് അല്ലെ. അപ്പൊ അവരുടെ എന്താണ് അവരുടെ ആവശ്യങ്ങൾ ഓരോന്നും നിറവേറ്റാൻ കഴിയാത്തത് കൊണ്ട് അല്ലെ. കുട്ടികൾ കൂടെ കഴിയുന്ന അവസരത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? അവർക്ക് വലിയ വലിയ ചിലവുകൾ ഉണ്ടാവും. അപ്പൊ ആ ചിലവുകളൊക്കെ എന്ത് ചെയ്യേണ്ടതാണ്? അമ്മമ്മ തന്നെ എന്ത് ചെയ്യേണ്ടതാണ്? അല്ലെങ്കിൽ നടത്തി കൊടുക്കേണ്ടതാണ്. അപ്പൊ അതിനൊന്നും അമ്മമ്മയ്ക്ക് കഴിയാറില്ല. പിന്നെ അവരുടെ പഠനത്തെ ചൊല്ലിയിട്ട് അല്ലേ കുട്ടികൾ വഴി പിഴച്ചു പോകാതെ നന്നായിട്ട് പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവർക്ക് നന്നായിട്ട് നല്ല പഠനം കിട്ടണം എന്നുള്ള ആ ഒരു പ്രതീക്ഷകളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് കുട്ടികളെ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്? ഹോസ്റ്റലിൽ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഇടയ്ക്കിടെ 3 പേരെയും കാണാൻ അമ്മമ്മ വരും. ഇപ്പോഴാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് ആ 3 കുട്ടികളെയും കാണുവാനായിട്ട് ആര് വരും? അമ്മമ്മ വരാറുണ്ട്. അമ്മമ്മയുടെ കാതുകൾ നഗ്നമാണെന്ന് മുമ്പ് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സൂര്യകിരണങ്ങൾ നിറങ്ങളൊക്കെയും കവർന്നെടുത്ത് കൊണ്ടുപോയ ഒരേ ഒരു സാരിയാണ് അമ്മമ്മ എന്നും ധരിക്കാറ്. ഈയിടെ മറ്റൊന്നു കൂടി ഞാൻ ശ്രദ്ധിച്ചു. അമ്മമ്മ ചെരുപ്പും ധരിക്കാറില്ല. ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങൾ വിണ്ടുപൊട്ടിയിട്ടുണ്ട്. അപ്പൊ അമ്മമ്മയാണെങ്കിലോ കഥാകൃത്ത് ഓരോ തവണയും എന്ത് ചെയ്യാറുണ്ട്? അമ്മമ്മയെ സസൂക്ഷ്മം നിരീക്ഷിക്കാറുണ്ട്. അങ്ങനെ അമ്മമ്മയെ നിരീക്ഷിച്ചതിനെ കുറിച്ച് എന്ത് ചെയ്യാണ്? ഇവിടെ പറയുകയാണ്. അമ്മമ്മയുടെ കാതുകൾ നഗ്നമാണെന്ന് മുമ്പ് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നു അല്ലെ. അമ്മമ്മ എന്ത് ചെയ്യാറില്ല? കാതിൽ കമ്മലുകളൊന്നും എന്ത് ചെയ്യാറില്ല? അണിയാറില്ല. പിന്നെ മറ്റൊന്നു കൂടി ശ്രദ്ധിച്ചു. സൂര്യകിരണങ്ങൾ നിറങ്ങളൊക്കെയും കവർന്നെടുത്ത് കൊണ്ടുപോയിട്ടുള്ള വളരെ പഴകിയ നിറം മങ്ങിയിട്ടുള്ള ഒരു സാരിയാണ് അമ്മമ്മ എന്നും ധരിക്കാറുള്ളത്. ഈയിടെയായിട്ട് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ശ്രദ്ധിച്ചു. എന്തായിരുന്നു അത്? അമ്മമ്മ ചെരുപ്പ് ധരിക്കാറില്ല. ചെരുപ്പ് പോലും ആരും ധരിക്കാറില്ല? അമ്മമ്മ ധരിക്കാറില്ല. കാര്യം അങ്ങനെ ഒരു പുതിയ ചെരുപ്പ് വാങ്ങുന്നതിനോ കാതിലിടാൻ വേണ്ടിയിട്ടൊരു കമ്മൽ ഉണ്ടാക്കുന്നതിനോ പുതിയൊരു വർണ്ണപ്പകിട്ടോട് കൂടിയുള്ള ഒരു സാരി വാങ്ങുന്നതിനോ ആരും ശ്രദ്ധിക്കാറില്ല. അതൊന്നും അമ്മമ്മ ശ്രദ്ധിക്കാറേ ഇല്ല. താൻ ജീവിക്കുന്ന മുഴുവൻ ആർക്ക് വേണ്ടിയിട്ടാണ്? തൻ്റെ പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് തുക കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നേരെ കുട്ടികളുടെ പഠന ചെലവിനായിട്ട് അമ്മമ്മ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തൻ്റെ സുഖങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ ആർഭാട വസ്തുക്കളെ കുറിച്ച് ഒന്നും തന്നെ അമ്മമ്മ എന്ത് ചെയ്യാറില്ല? ചിന്തിക്കാറേ ഉണ്ടായിരുന്നില്ല.
ഭൂമിയുടെ കാതിൽ മഹാസങ്കടൽ അറിയിക്കുന്ന പാദങ്ങൾ വിണ്ടു പൊട്ടിയിട്ടുണ്ട് അല്ലെ. ആ ഭൂമിയുടെ കാതിലേക്ക് അല്ലെ, കാര്യം നഗ്നപാതയായിട്ടാണ് അമ്മമ്മ നടക്കുന്നത്. അപ്പൊ തന്റെ സങ്കടങ്ങൾ മുഴുവൻ അമ്മമ്മ എന്ത് ചെയ്യാണ്, ഈ കാലുകളിലൂടെ ഭൂമിയെ അറിയിക്കുകയാണെന്നാണ് കഥാകൃത്ത് പറയുന്നത്. അങ്ങനെയുള്ള ആ കാലുകൾ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു, വിണ്ടു പൊട്ടിയിട്ടുണ്ട് അല്ലെ, വിണ്ടു കീറി ഇരിക്കുകയാണ്. കാര്യം ഈ ചൂടുള്ള എന്താണ് കല്ലിലും മുള്ളിലൂടെ ഒക്കെ നടന്ന് ആ കാലുകൾ എന്ത് ചെയ്തിരിക്കുന്നു, ഇപ്പോ വിണ്ടു പൊട്ടിയിരിക്കുകയാണ്. 3 മക്കളെയും സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് അവരുടെ അധ്യാപകരെ കാണും അമ്മമ്മ. എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കണേ എന്ന് യാചിക്കും. പഠിപ്പിച്ചു കരകയറ്റണേ എന്ന് പറയും. ഇന്റർവെൽ സമയത്ത് 3 പേരെയും കൂട്ടി അമ്മമ്മ അങ്ങാടിയിലേക്ക് ഇറങ്ങും. 3 പേരും അമ്മമ്മയുടെ സാരിയിൽ തൂങ്ങിയാണ് നടക്കുക. അവർക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ആവലാതികളുണ്ട്. ചായക്കടയിലേക്ക് അവരെ കൊണ്ടുപോകും അമ്മമ്മ. പെറോട്ടയും പഴംപൊരിയും മേടിച്ചു കൊടുക്കും. പേന, ചെരുപ്പ്, ബെൽറ്റ്, ചോക്ലേറ്റ്, അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അവസാനമില്ല. അച്ഛനും അമ്മയുമുള്ള കുട്ടികളുടെ ബെഞ്ചിലാണ് തൻ്റെ മക്കൾ ഇരിക്കുന്നതെന്ന് അമ്മമ്മയ്ക്ക് അറിയാം. അതിൻ്റെ സങ്കടങ്ങളൊന്നും അവർക്കുണ്ടാവരുത്. അങ്ങനെ 3 മക്കളെയും ഇടയ്ക്കിടയ്ക്ക് അമ്മമ്മ എന്ത് ചെയ്യാറുണ്ട്, കുട്ടികളെ കാണാൻ വരാറുണ്ടല്ലോ. അപ്രകാരം കാണാൻ വരുന്ന അവസരത്തിൽ 3 മക്കളെയും കൂട്ടി അമ്മമ്മ എന്ത് ചെയ്യാറുണ്ട്, സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോകാറുണ്ട്. എന്നിട്ടാണെങ്കിലോ അവരവരുടെ ക്ലാസ് ടീച്ചർമാരെ കണ്ടിട്ട് അമ്മമ്മ എന്ത് ചെയ്യാറുണ്ട്, യാചിക്കാറുണ്ട് അല്ലെ. എൻ്റെ പൊന്നു മക്കളെ എന്ത് ചെയ്യണമേ, പൊന്നുപോലെ നോക്കണമേ എന്ന് അമ്മമ്മ എന്ത് ചെയ്യാറുണ്ട്, യാചിക്കാറുണ്ട് അല്ലെ. പഠിപ്പിച്ച് കരകയറ്റണേ എന്ന് എന്ത് ചെയ്യാറുണ്ട്, താഴ്മയോട് കൂടിയിട്ട് ഓരോ അധ്യാപകരോടും പറയാറുണ്ട്. കാര്യം അമ്മമ്മയുടെ ആ ഒരു ആവലാതിയാണ് അല്ലെ, താനീ പെടുന്ന കഷ്ടപ്പാടുകൾക്കൊക്കെ എന്ത് ചെയ്യണം, ഒരു ഫലം ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് തൻ്റെ കുട്ടികളുടെ മേലൊരു അധ്യാപകർക്കൊരു ശ്രദ്ധ ഉണ്ടാകണേ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കണം അമ്മമ്മ എന്ത് ചെയ്യുന്നത്, ഇന്റർവെൽ സമയങ്ങളിലൊക്കെ തന്നെ ഈ കുട്ടികളെയും കൊണ്ട് ഇവിടെ പോകുന്നത്, സ്റ്റാഫ് റൂമിലൊക്കെ പോകുന്നത്. ഇന്റർവെൽ സമയം വരെ അമ്മമ്മ എന്ത് ചെയ്യും, അവിടെ തന്നെ കാത്തു നിൽക്കുകയും ആ സമയത്ത് 3 കുട്ടികളെയും കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, പുറത്തെ അങ്ങാടിയിലേക്ക്, കടയിലേക്ക് പോകാറുണ്ട്. 3 പേരും അമ്മയുടെ സാരിയിൽ തൂങ്ങിയാണ് നടക്കുക. അവർക്കാണെങ്കിലോ ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലെ, ഒരുപാട് ആവലാതികളുണ്ട്. അപ്പോൾ അമ്മമ്മ എന്ത് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് വാങ്ങിക്കൊടുക്കും. എന്നിട്ട് അവരെ ചായക്കടയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ടാണെങ്കിലോ അവർക്ക് ഇഷ്ടപ്പെട്ട പെറോട്ടയും പഴംപൊരിയും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, വാങ്ങിക്കൊടുക്കാറുണ്ട്. മാത്രമല്ല പേന, ചെരുപ്പ്, ബെൽറ്റ്, ചോക്ലേറ്റ്, അവർക്കാണെങ്കിലും ഇങ്ങനെ ആവശ്യങ്ങൾ, ഇങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് യാതൊരു അവസാനമില്ല അല്ലെ. നല്ലൊരു പേന വേണമെന്നും ബെൽറ്റ് വേണമെന്നും ചെരുപ്പ് വേണമെന്നും ചോക്ലേറ്റ് വേണമെന്നൊക്കെ അവരെന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ അമ്മമ്മയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ അമ്മമ്മ ചിന്തിക്കുന്ന എന്താണ്, അച്ഛനും അമ്മയും ഉള്ള കുട്ടികളുടെ ബെഞ്ചിലാണ് തൻ്റെ മക്കൾ ഇരിക്കുന്നതെന്ന് അമ്മമ്മയ്ക്ക് അറിയാം അല്ലെ. അപ്പൊ കാര്യം അവര് തൻ്റെ കുട്ടികളുടെ അടുത്തിരിക്കുന്ന കുട്ടികളൊക്കെ എങ്ങനെയുള്ളവരായിരിക്കണം, അമ്മയും അച്ഛനും ഒക്കെ ഉള്ള അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറുന്ന കുട്ടികളായിരിക്കണം അല്ലെ. ഒരുപാട് അവരാഗ്രഹിക്കുന്നതൊക്കെ സ്വന്തമാക്കുന്ന കുട്ടികളായിരിക്കണം ഒരു പക്ഷേ തൻ്റെ കുട്ടികളോടൊപ്പം ബെഞ്ചിലിരിക്കുന്നു അല്ലെ. അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് തൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, വളരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഈ ചെറിയ ആവശ്യങ്ങളെങ്കിലും എന്ത് ചെയ്യണം, സാധിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ആർക്കുണ്ടാവണം, അമ്മമ്മയ്ക്ക് ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ടാണ് അമ്മമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുന്നതും അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഇങ്ങനെ നിറവേറ്റി കൊടുക്കുന്നതും. അതിൻ്റെ സങ്കടങ്ങളൊന്നും അവർക്ക് ഉണ്ടാവരുത് അല്ലെ. താങ്കൾക്ക് അതൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം ഒരിക്കലും എന്ത് ചെയ്യരുത്, തൻ്റെ പേരക്കുട്ടികൾക്ക് ഉണ്ടാവരുത് എന്നുള്ളൊരു കാര്യം കൂടി ആർക്കുണ്ട്, അമ്മമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അമ്മമ്മ സാധിച്ചു കൊടുക്കുമായിരുന്നു. അമ്മമ്മ മടങ്ങിപ്പോകുന്ന നേരം ക്ലാസ്സിലെ ടീച്ചറുടെ ശാസനം പോലും വകവയ്ക്കാതെ ഏറ്റവും ഇളയവൻ വാതിൽക്കൽ ചെന്ന് നിന്ന് അമ്മമ്മേ എന്ന് ഉറക്കെ വിളിച്ചതും ഞാൻ ഒരിക്കൽ കേട്ടു അല്ലെ. ഒരിക്കലാണെങ്കിലോ അമ്മമ്മ ഇങ്ങനെ കാണാൻ വന്നിട്ട് മടങ്ങി പോകുന്ന സമയത്ത് ക്ലാസ്സിൽ ടീച്ചർ നിൽക്കുകയായിരുന്നു. അപ്പൊ അവരുടെ ശാസനെ അവർ പറഞ്ഞിട്ട് ഒന്നും കേൾക്കാതെ വകവയ്ക്കാതെ ഇളയവൻ എന്ത് ചെയ്തു, വാതിൽക്കൽ ചെന്ന് നിന്നിട്ട് അമ്മമ്മയെന്ന് ഉറക്കെ എന്ത് ചെയ്തു, ഒരിക്കൽ വിളിക്കുന്നതും കഥാകൃത്ത് ഒരിക്കൽ കേട്ടതായിട്ട് പറയുന്നു. എൻ്റെ വേവലാതി അതൊന്നുമല്ല. കുട്ടികൾ വളരുകയാണ്. വർണ്ണത്തിളപ്പിന്റെ ലോകം വളരെ പെട്ടെന്ന് അവരെ മാറ്റിമറിക്കും. വെയിലിലൂടെ നടന്ന് നിറം മങ്ങിയ അമ്മമ്മയുടെ സാരിയിലേക്ക് വെറുപ്പോടെ അവർ നോക്കും. അപ്പൊ കഥാകൃത്ത് ചിന്തിക്കുന്ന ഇപ്രകാരമാണ്. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അമ്മമ്മ എന്ത് ചെയ്യുന്നത്, ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ വേവലാതി മറ്റൊന്നാണ്. കാര്യം ഒരു പക്ഷേ കുട്ടികൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ വളർന്നു വരികയാണ്. വർണ്ണത്തിളപ്പിന്റെ ലോകത്തിലേക്ക് കുട്ടികൾ എന്ത് ചെയ്യാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെയിലിലൂടെ നടന്ന് നിറം മങ്ങിയ സാരി ഉടുത്ത ഒരുപക്ഷെ അമ്മമ്മയുടെ സാരിയിലേക്ക് ഒരുപക്ഷെ അവരെന്ത് ചെയ്തേക്കാം, വെറുപ്പോടെ ഒരുപക്ഷെ അവര് നോക്കിയേക്കാം. കാര്യം കുട്ടികളിങ്ങനെ അവര്
എന്താണ് വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു പക്ഷേ ഈ അമ്മമ്മയുടെ ഈ എന്താണ് നിറം മങ്ങിയ സാരിയും ആ ചെരുപ്പിടാത്ത കാലുകളും എന്താണ് കമ്മലുകളില്ലാത്ത കാതും ഒക്കെ ഒരു പക്ഷേ അവർക്ക് നാളെ അതൊരു എന്താണ് ഒരു അറപ്പായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ എന്ത് ചെയ്തേക്കാം മാറിപ്പോകുമോ എന്നുള്ളൊരു ഭയം ആർക്കുണ്ട്, കഥാകൃത്തിനുണ്ട്. കാര്യം കുട്ടികളെ അത്ര കഷ്ടപ്പെട്ടാണ് അമ്മമ്മ എന്ത് ചെയ്യുന്നത് വളർത്തുന്നത്. അങ്ങനെ വളർത്തിയ അമ്മമ്മയെ ആ കുട്ടികൾ എന്ത് ചെയ്യുമോ എന്താണ് അവഗണിക്കുമോ എന്നുള്ളൊരു എന്താണ് ഒരു ചിന്ത ആർക്കുണ്ടാവുകയാണ്, കഥാകൃത്തിന് ഉണ്ടാവുകയാണ്. അന്നേരം അമ്മമ്മയുടെ കണ്ണീര് കണ്ണുകളിലേക്ക് പിൻവാങ്ങുമായിരിക്കും. പാദങ്ങളിലെ വിള്ളലുകളിലൂടെ ചോരയായി. വയ്യ, അമ്മമ്മയെക്കുറിച്ച് ആലോചിക്കാനേ വയ്യ. അങ്ങനെ ഒരു ഇതുണ്ടാവുകയാണെങ്കിലോ അമ്മമ്മയുടെ ആ ജീവിതം അതോടുകൂടി എന്ത് ചെയ്യും, അവസാനിക്കുമായിരിക്കുമെന്ന് കഥാകൃത്ത് ആലോചിക്കുകയാണ് അല്ലേ. അങ്ങനെ താൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ പേരക്കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു അവഗണന ഏൽക്കുന്ന അവസരത്തിൽ അമ്മമ്മയുടെ കണ്ണുനീര് എന്ത് ചെയ്തേക്കാം, കണ്ണുകളിലേക്ക് പിൻവാങ്ങിയേക്കാം. എന്നിട്ടാണെങ്കിലോ അത് കാൽപാദങ്ങളിലൂടെ ചോരയായി വിള്ളലുകളിലൂടെ ചോരയായിട്ട് എന്ത് ചെയ്തേക്കാം ഒഴുകി ഇറങ്ങിയേക്കാം. അപ്പം അതോടുകൂടി അമ്മമ്മ അവിടെ എന്ത് ചെയ്യാണ്, അവസാനിക്കും എന്നുള്ളൊരു ചിന്ത പെട്ടെന്ന് കഥാകൃത്തിന് തോന്നുകയാണ്. വയ്യ, അമ്മമ്മയെക്കുറിച്ച് ആലോചിക്കാനേ വയ്യ. അപ്പൊ കഥാകൃത്ത് വീണ്ടും പറയാണ്, വയ്യ, അങ്ങനെയൊന്നും എന്ത് ചെയ്യാൻ വേണ്ടി ചിന്തിക്കുവാനോ തനിക്കിനി കഴിയുകയില്ല. അമ്മമ്മയെക്കുറിച്ച് ആലോചിക്കാനേ എന്തില്ല വയ്യ. അത്രയ്ക്കൊരു വിഷമുള്ള ഒരു അവസ്ഥയാണ് ആർക്കുള്ളത്, അമ്മമ്മയ്ക്കുള്ളത് എന്ന് കഥാകൃത്ത് ഒന്നുകൂടി എന്ത് ചെയ്യാണ്, പറയുകയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കുവാനുള്ള പാഠഭാഗം. ഇലഞ്ഞിപ്പൂമണമുള്ള നാട്ടുവഴികൾ എന്ന അനുഭവക്കുറിപ്പിൽ നിന്നാണ് ഈ പാഠഭാഗം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ഭാഗം കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിന് താഴെയായിട്ട് കുറച്ച് പഠന പ്രവർത്തനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അത് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും അതേപടി എന്ത് ചെയ്യുക, വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ വളരെ പ്രസക്തമായിട്ടുള്ള 2-3 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഏത്, അമ്മമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ചൊരു നിരൂപണം തയ്യാറാക്കാനായിട്ട് ഇടയ്ക്ക് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു പാഠഭാഗവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.